നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ആധാറിനെ കുറിച്ചുള്ളതാണ്. അതിനുമുമ്പ് ഇന്നലെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് PMAY ലൈഫ് വീടുകളുമായി ബന്ധപ്പെട്ട 2 വാർത്തകളെക്കുറിച്ചായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത കൂടി പുറത്തു വന്നിട്ടുണ്ട്. അതുകൂടി പറഞ്ഞിട്ട് വിഷയത്തിലേക്ക് കിടക്കാം. ആ വാർത്ത ഇതാണ്: നമ്മുടെ മുഖ്യമന്ത്രി ഇടപെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ലൈഫ് വീടുകൾ എത്രയും വേഗം പൂർത്തിയാക്കണമെന്ന് മുഖ്യമന്ത്രി പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ വാർത്ത കൊടുത്തിട്ടുള്ള മാധ്യമങ്ങൾ പറയുന്നത് അവരുടെ വാർത്ത ഫലം കണ്ടു എന്നാണ് അവകാശപ്പെടുന്നത്. ഈ വിഷയത്തിൽ കിടക്കാം. ഇന്നത്തെ കാലത്ത് എന്തിനും ഏതിനും ആധാർ കാർഡ് നിർബന്ധമാണ്. ഏതൊരു പദ്ധതിയിലേക്ക് അപേക്ഷിക്കണമെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ അപ്ഡേഷന് വേണ്ടിയാണെങ്കിലും ആധാർ നമ്പർ കൊടുത്ത് വരുന്ന OTP എൻ്റർ ചെയ്യേണ്ടതായിട്ട് വരും. അതിപ്പോൾ PM കിസാൻ ആയാലും അല്ലെങ്കിൽ വിവിധ സബ്സിഡികളായാലും അങ്ങനെയുള്ള പദ്ധതികളായും ബന്ധപ്പെട്ടൊക്കെ നമ്മൾ രജിസ്ട്രേഷൻ നടക്കുമ്പോഴോ അല്ലെങ്കിൽ അതിൻ്റെ അപ്ഡേഷൻ നടക്കുമ്പോഴൊക്കെ നമുക്ക് OTP എൻ്റർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ആ OTP വരുന്നത് നമ്മുടെ ആധാറിൽ കൊടുത്തിട്ടുള്ള ഫോൺ നമ്പറിലേക്കായിരിക്കും, ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഫോൺ നമ്പറിലേക്കായിരിക്കും. അപ്പോൾ ചിലരുടെ ഒക്കെ പ്രശ്നമാണ് അങ്ങനെ OTP വരുന്നില്ല എന്നുള്ളത്. OTP വന്നില്ലെങ്കിൽ പണിപാളി. അങ്ങനെ OTP വരുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം എന്തായിരിക്കും? 3 കാരണങ്ങൾ കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഒന്ന്, ലിങ്ക് ചെയ്തിട്ടുള്ള ഫോൺ നമ്പർ നഷ്ടപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ ഉപയോഗത്തിലില്ലെങ്കിലോ. അതായത് ആധാർ എടുക്കുന്ന സമയത്ത് ഒരു ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ടാകും. ആ നമ്പർ മാറ്റി ഇപ്പോൾ പുതിയ നമ്പറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പുതിയ നമ്പറിലേക്ക് OTP വരില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നെറ്റ്വർക്ക് പ്രശ്നങ്ങളും സാങ്കേതിക തകരാറുകളൊക്കെ കൊണ്ട് OTP വരാതിരിക്കാം. മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് മൊബൈൽ നമ്പർ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ OTP വരില്ല. ആദ്യകാലങ്ങളിലൊക്കെ ആധാർ എടുത്തിട്ടുള്ള ആൾക്കാർ മൊബൈൽ നമ്പർ ഇല്ലാതെ ആയിരിക്കും ആധാർ എടുത്തിട്ടുണ്ടാകുക. അപ്പോൾ അതിൽ മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ OTP വരില്ല. ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് OTP വരാതിരിക്കുക. ഇതിൽ ഏത് കാരണം കൊണ്ടാണ് നമ്മുടെ മൊബൈലിലേക്ക് OTP വരാത്തത് എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അതിനുവേണ്ടി നമുക്ക് UIDAIയുടെ വെബ്സൈറ്റിലേക്ക് പോകാം. ആദ്യം ഗൂഗിളിൽ മൈ ആധാർ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മൈ ആധാർ ലോഗിൻ ആധാർ UIDAI എന്ന വെബ്സൈറ്റ് ലിങ്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ UIDAIയുടെ വെൽക്കം ടു മൈ ആധാർ എന്ന സൈറ്റിലെത്തും. അടിയിലേക്ക് സ്ക്രോൾ ചെയ്തു പോകുമ്പോൾ ഒരുപാട് ഓപ്ഷനുകൾ കാണാം. ഇവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുകളൊക്കെ ഉണ്ട്. പക്ഷേ അഡ്രസ്സ് ഒഴികെ മറ്റെന്ത് എഡിറ്റ് ചെയ്താലും ഓതൻറ്റിക്കേഷൻ നടത്താനായി നാം ആധാർ സെൻറ്ററിലേക്ക് പോകേണ്ടി വരും. ഇവിടെ നിന്ന് എഡിറ്റ് ചെയ്യാം എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ബുക്ക് ആൻഡ് അപ്പോയിൻമെൻറ്റ് എന്ന ഓപ്ഷനിലാണ് പോകേണ്ടത്. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അടുത്ത പേജിലേക്ക് പോയിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാൻ കഴിയും. അങ്ങനെ എഡിറ്റ് ചെയ്താൽ തന്നെ ഈ ഓതൻറ്റിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് ആധാർ സെൻറ്ററിലേക്ക്, പോസ്റ്റ് ഓഫീസിലോ അല്ലെങ്കിൽ ആധാർ കാര്യങ്ങൾ ചെയ്യുന്ന സെൻറ്ററുകളിലേക്കോ പോകേണ്ടതായിട്ട് വരും. അതവിടെ നിൽക്കട്ടെ. അങ്ങനെ താഴോട്ട് പോകുമ്പോൾ ചെക്ക് മൈ ആധാർ വാലിഡിറ്റി എന്ന് കാണാം. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ ആധാർ നമ്പർ ടൈപ്പ് ചെയ്യാനുള്ള പേജ് തുറന്നു വരും. കുറച്ച് സമയമെടുക്കും, സാവധാനമേ ഓപ്പൺ ആവുകയുള്ളൂ. അപ്പോൾ വരുന്ന പേജിൽ എൻ്റർ ആധാർ നമ്പർ എന്നതിൽ നമ്മുടെ ആധാർ നമ്പർ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം
താഴെ കാണുന്ന ക്യാപ്ച അതുപോലെ തന്നെ എൻ്റർ ക്യാപ്ച എന്നുള്ള അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ പ്രൊസീഡ് ബട്ടൺ ഉണ്ടാവും. പ്രൊസീഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നതോടെ നമ്മുടെ ഡീറ്റെയിൽസ് അടങ്ങിയ ഒരു പേജായിരിക്കും വരിക. അവിടെ നമ്മുടെ വയസ്സ്, ജെൻഡർ, സ്റ്റേറ്റ്, മൊബൈൽ നമ്പർ എന്നിവയൊക്കെ കാണാം. അവിടെ ഏറ്റവും അടിയിൽ കൊടുത്തിട്ടുള്ളത് നമ്മുടെ മൊബൈൽ നമ്പർ എഴുതിയിട്ട് നേരെ ആയിട്ട് നമ്മുടെ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ടാവും. ഫുള്ളായിട്ടുണ്ടാവില്ല. അതിന് അവസാനത്തെ അക്കങ്ങൾ ഉണ്ടാവും. ആ അവസാനത്തെ അക്കം നോക്കിയിട്ട് നമുക്ക് നമ്മൾ ഏത് മൊബൈൽ നമ്പറാണ് നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ അത് തന്നെയാണോ ഇപ്പോഴും നമ്മുടെ കയ്യിലുള്ളത് എന്ന് പരിശോധിക്കുക. പഴയ നമ്പറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് എങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യേണ്ടതായിട്ട് വരും. അത് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആധാർ സെൻറ്ററുകളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആധാർ സെൻറ്ററിൽ പോയിട്ട് ഫോൺ നമ്പർ അപ്ഡേറ്റ് ചെയ്താൽ മതി. ഇവിടെ ഫോൺ നമ്പർ ഇല്ല എന്നിരിക്കട്ടെ, അതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് അന്ന് ഫോൺ നമ്പർ ലിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ ആധാർ സെൻറ്ററുകളിൽ പോയിട്ട് നമ്മുടെ ഫോൺ നമ്പർ ആധാറുമായിട്ട് ലിങ്ക് ചെയ്യണം. രേഖകളുമായിട്ട് ആധാർ സെൻറ്ററുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഏത് ഡീറ്റെയിൽസ് വേണമെങ്കിലും എഡിറ്റ് ചെയ്യാൻ കഴിയും, അത് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ സൈറ്റിൽ കൂടെയും നമുക്ക് ഈ ഡീറ്റെയിൽസൊക്കെ എഡിറ്റ് ചെയ്യാൻ കഴിയും. നമുക്ക് എഡിറ്റ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാം എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നീട് ആധാർ സെൻറ്ററിൽ പോയിട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഓതൻറ്റിക്കേഷനൊക്കെ കൊടുത്തിട്ട് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ആധാർ സെൻറ്ററിൽ പോയിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടതായിട്ട് വരില്ല, ഇവിടെ തന്നെ എഡിറ്റ് ചെയ്യാം എന്ന് മാത്രമേ ഉള്ളൂ. എന്നിരുന്നാലും ആധാർ സെൻറ്ററിൽ പോകണം എന്നുള്ളതുകൊണ്ട് നമുക്ക് ആധാർ സെൻറ്ററിൽ പോയിട്ട് ചെയ്യുന്നതാണ് നല്ലത്. തെറ്റുകളൊന്നും പറ്റാതെ അവരത് ചെയ്തു തരും. ഓക്കെ. അപ്പോൾ ഇതുപോലെ ആധാറിൻ്റെ OTP പ്രോബ്ലം കാരണം ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി ഉപകാരപ്പെടാൻ വേണ്ടി ഈ വീഡിയോ എല്ലാവരിലും ഷെയർ ചെയ്യുന്നു. ഓക്കെ. മറ്റൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോ.